പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നും ധ്യാനിക്കുന്നത് അനുതാപത്തിലൂടെ ഒരു വീണ്ടെടുപ്പ്, ഒരു വിടുതൽ നമുക്ക് കിട്ടും. അതായത് യഥാർത്ഥ അനുതാപത്തിൻ്റെ അവസ്ഥ എന്നിൽ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ വിടുതൽ നൽകി അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് യഹൂദ ജനത പ്രവാസത്തിൽ കിടന്ന് ക്ലേശം അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു. അപ്പോൾ വലിയ അനുതാപത്തിൻ്റെ ഒരു മനോഭാവം ആ മക്കൾക്ക് ദൈവം കൊടുക്കുന്നു. ദൈവം കൊടുത്തതാ ആ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയിൽ അവരെ എങ്ങനെയാണ് ദൈവം ചേർത്ത് വെച്ചത്, അവരെ എങ്ങനെയാണ് ദൈവം വീണ്ടെടുത്തത്, നമുക്ക് ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാം. ഓർക്ക പ്രിയമുള്ളവരെ, ജൂതന്മാർ ഇസ്രായേലിലെ അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ് ജെറമ്യാ പ്രവാചകൻ്റെ ദിവസം 31:9. ദൈവത്തിൻ്റെ വാഗ്ദത്തെ അനുകമ്പയുള്ള പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള ജെറമ്യാ പ്രവാചകൻ്റെ വചനമാണ്. ഈ വചനത്തിലൂടെ അനുതപിക്കുന്ന വ്യക്തികളെ കരുണയോടെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരും. ദൈവജനത്തെ പുനഃസ്ഥാപിക്കുമ്പോൾ അത് മാത്രമല്ല, മടക്കി കൊണ്ടുവരും, പുനഃസ്ഥാപിക്കും, ഒപ്പം തന്നെ ദൈവിക മാർഗനിർദ്ദേശം കൊടുക്കും, സംരക്ഷണം കൊടുക്കും, കരുതൽ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് ദൈവം അവരെ വിളിക്കുന്നെന്താ? തൻ്റെ ആദ്യജാതൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രതിതുല്യമായ സ്നേഹം ഉറപ്പാക്കുന്നു. ഓർക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മാനസാന്തരത്തിലൂടെ കാണണം. കഷ്ടപ്പാടിനെക്കുറിച്ചുള്ള ദുഃഖത്തേക്കാൾ പ്രവാസത്തിലേക്ക് നയിച്ച പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിൻ്റെ അവസ്ഥയുള്ള നുറുങ്ങിയ ഹൃദയവും ആഴമായ ദുഃഖവുമാണ് ദൈവത്തിന് സ്വീകാര്യം. സ്നേഹവാനായ പിതാവ് എന്ന നിലയിൽ ദൈവം കർശനമായ ഒരു ന്യായാധിപനിൽ നിന്നും സ്നേഹവാനായ ഒരു പിതാവിലേക്ക് ദൈവം മാറുന്നു. അതാണ് പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമുക്ക് കരുണാമയനായ സ്നേഹാർദ്ര ഹൃദയമുള്ള ദൈവമായി മാറുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ കണ്ണുനീരോടെ അവർ മടങ്ങി വരുമെന്ന് പറയുമ്പോൾ തൻ്റെ മക്കളെ ആദരമായി നയിക്കുന്നു, സ്നേഹിക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു, ആദ്യജാതൻ എന്ന് വിളിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എൻ്റെ മാനസാന്തരത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയുമ്പോൾ എല്ലാ തരത്തിലും വിടുതൽ തരും, എന്നെ തിരിച്ചു കൊണ്ടുവരും, പുനഃസ്ഥാപിക്കും, ഉടമ്പടി ഉണ്ടാക്കും, ദിവ്യമായ മാർഗനിർദ്ദേശത്തിലൂടെ കരുതൽ നൽകി എന്നെ സ്നേഹിക്കും. ഈ സ്നേഹം അനുഭവിക്കുവാൻ നമുക്കൊന്ന് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ പാപത്തിൻ്റെ അവസ്ഥയെല്ലാം ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നേരായ പാതയും സുരക്ഷിതമായ സുഖകരമായ ഒരു ജീവിതയാത്രയും കർത്താവ് എനിക്ക് തരും. ഇന്ന് നിങ്ങൾക്കെല്ലാം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കരുതൽ അനുഭവിക്കുവാൻ അവൻ നടത്തുന്ന ആ ഒരു അവസ്ഥ എന്നെ സ്ഥിരപ്പെടുത്തുവാൻ, അപ്പുറമായിട്ടും എന്നെ വഴിയിലൂടെ നടത്തി എന്നെ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, സ്നേഹം തിരിച്ചറിയാൻ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.